ഇനിയുള്ള ഓരോ ദിവസവും നിർണായകം. അങ്ങ് അകലെയാണെന്ന് തോന്നുമെങ്കിലും കേരള ജനത അടുത്ത തിരഞ്ഞെടുപ്പിനെ അക്ഷമരായിട്ടാണ് കാത്തിരിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിലെ ഒരു നിർണായക തിരഞ്ഞെടുപ്പായിരിക്കും അടുത്ത വർഷം ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ അടുത്ത ദിവസം ഒരു ടെലിവിഷൻ ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF ഒരു മൂന്നാം ഊഴം ഉറപ്പാണ് എന്നാണ് തറപ്പിച്ച് പറഞ്ഞത്. പക്ഷേ മറുഭാഗത്ത് UDF LDF തറപ്പറ്റിച്ച് ഭരണം തിരിച്ചു പിടിക്കുമെന്ന ദൃഢപ്രതിജ്ഞയിലുമാണ്. ഏറെ ഭരണവിരുദ്ധ വികാരം ഇപ്പോഴേ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് UDF വിജയപ്രതീക്ഷയ്ക്ക് സാധ്യതകൾ പറയുന്നത്. ഇതിലൂടെ നമ്മൾ ഇന്ന് നോക്കിക്കാണുന്നത് അടുത്ത വർഷം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രസകരമായ സംഭവ വികാസത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, കേരള ജനത അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ രീതിയിലാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം കാലാകാലങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാം കണ്ടതുപോലെയാണ് കേരളം വോട്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന ചില മത്സര ഫലങ്ങൾ ഉയർന്നു വരാൻ സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ സംഭവിച്ചാൽ UDF ആത്മവിശ്വാസം പൂവണിയുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കാലാകാലങ്ങളായി LDF അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ വൻ അട്ടിമറിക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കും. ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റ് നേടുമ്പോൾ UDF സ്ഥാനാർത്ഥികൾ 100-ലേറെ അസംബ്ലി മണ്ഡലങ്ങളിലാണ് മുന്നിട്ട് നിന്നത്. ഇതിനെ ആസ്പദമാക്കി 5 അസംബ്ലി മണ്ഡലങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ചെങ്കോട്ടകളായി നമ്മൾ കരുതിയിരുന്ന ഈ സീറ്റുകൾ അടുത്ത കൊല്ലത്തെ വമ്പൻ ട്വിസ്റ്റിന് വഴിയൊരുക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. നമുക്കൊന്ന് പരിശോധിക്കാം. നാം ആദ്യമായി കണക്കാക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന തൃക്കരിപ്പൂർ മണ്ഡലത്തെയാണ്. ഒരു തികഞ്ഞ LDF കോട്ട. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPMലെ M രാജഗോപാൽ വളരെ അനായാസമായാണ് 2021 അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വിജയ ലീഡ് 26,137 എന്നാൽ നമ്മളെ ഏവരെയും സ്തബ്ധരാക്കിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നാമതായി എത്തിയത്. അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു ഉണ്ണിത്താൻ്റെ പ്രതിയോഗി. പക്ഷേ പെട്ടി തുറന്നപ്പോൾ 10,448 വോട്ടുകൾക്കാണ് കോൺഗ്രസ് അവിടെ നിന്ന് ലീഡ് നേടി വിജയിച്ചത്. 2026 ഇത് ആവർത്തിച്ച് അതൊരു ഞെട്ടിക്കുന്ന UDF വിജയത്തിന് വഴിവെക്കുകയും ചെയ്യും. മറ്റൊന്ന്, കാസർഗോഡ് കടന്ന് കോഴിക്കോട് എത്തിയാൽ അവിടെയും ഇതുപോലൊരു മണ്ഡലമുണ്ട്. കോഴിക്കോട് നോർത്താണത്. അവിടെ 2021 LDF സ്ഥാനാർത്ഥി KM അഭിജിത്തിനെതിരെ തോട്ടത്തിൽ രവീന്ദ്രൻ 4,928 വോട്ടിൻ്റെ ലീഡ് നേടിയാണ് MLA സ്ഥാനം നേടിയത്. എന്നാൽ അവിടെയും LDF പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി കോൺഗ്രസിൻ്റെ MK രാഘവൻ 14,932 വോട്ടിന് എളമരം കരീമിനെ പിന്നിലാക്കി ലീഡ് നേടി. സംവരണ മണ്ഡലമായ പാലക്കാട് കോങ്ങാടും അടുത്ത കൊല്ലം ഇതേ കാരണത്താൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2021 ഇടതു സ്ഥാനാർത്ഥിയായ K ശാന്തകുമാരി തൻ്റെ UDF പ്രതിയോഗിയെ തറപറ്റിച്ചത് 27,219 വോട്ടിനാണ്. കഴിഞ്ഞ കൊല്ലം പാലക്കാട് നിന്നും ലോക്സഭയിലേക്ക് രണ്ടാമതും വിജയിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനേക്കാൾ 6,558 വോട്ടുകൾ കൂടുതൽ VK ശ്രീകണ്ഠൻ നേടുന്നതാണ് കണ്ടത്. വടക്ക് നിന്ന് തെക്കെത്തുമ്പോൾ അവിടെയും 2 സീറ്റുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോട്ടയത്ത് ഏറ്റുമാനൂരും കൊല്ലത്ത് ചാത്തന്നൂരും. ഏറ്റുമാനൂരിൽ 2021 ഇന്ന് മന്ത്രിയായിരിക്കുന്ന VN വാസവൻ 14,303 വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ ഈ ഭീമമായ ഭൂരിപക്ഷം നിഷ്പ്രഭമാക്കിക്കൊണ്ട് K ഫ്രാൻസിസ് ജോർജ് ഒന്നാമതാവുകയായിരുന്നു. ഫ്രാൻസിസ് ജോർജിന് 46,871 വോട്ടുകൾ ലഭിച്ചപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന് 37,261 സമ്മതിദായകരുടെ പിന്തുണയെ നേടാൻ സാധിച്ചുള്ളൂ. ഈ കൊല്ലത്തെ ചാത്തന്നൂർ, ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലായി വിജയിച്ചിട്ടുള്ളത് CPIയുടെ GS ജയപാലാണ്. ഈ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 2 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ UDF സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി BJPയാണ് ഇവിടെ 2ാം സ്ഥാനം നേടി നിലനിൽക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കൊല്ലം UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രൻ കൊല്ലം MLA കൂടിയായ M മുകേഷിനേക്കാൾ 15,541 വോട്ടുകളാണ് കൂടുതലായി പിടിച്ചത്. അവിടെ UDF തിരിച്ചുവരവിൻ്റെ സൂചന ആവുമോ എന്ന് അടുത്ത കൊല്ലമേ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ആര് ജയം നേടും, ആര് അടിയറവ് പറയും എന്ന ഈ സത്യം നമ്മളെ കാത്തിരിക്കുമ്പോൾ നമുക്ക് ഇത്തരം രസകരമായ ചർച്ചകളുമായി വരും ആഴ്ചകളിലും മുന്നോട്ട് പോകാം.
ഞങ്ങളോടൊപ്പം കൈകോർക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.